എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സന്തോഷമുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ സംസാരം. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം നമുക്ക് മോണിറ്റൈസേഷൻ ആയി എന്ന് വെച്ച് കഴിഞ്ഞാല് പണം ലഭിക്കാൻ തുടങ്ങി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ പണം ലഭിക്കാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടി. അപ്പോ അത് അത് അങ്ങനെ ആ ഒരു പൈസ കിട്ടിയതിനെ കുറിച്ചിട്ട് ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റാറ്റസ് ഇടുകയും അതുപോലെ തന്നെ ഫേസ്ബുക്കിന്റെ സ്റ്റാറ്റസ് ഇടുകയും ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പലരും നമ്മളോട് കമന്റ് ആയിട്ട് പല ക്വസ്റ്റ്യനുകൾ ചോദിക്കേണ്ടായി, സംശയങ്ങൾ. എങ്ങനെയാണ് ഇത് പേയ്മെന്റ് കിട്ടുന്നത്, അതുപോലെ തന്നെ എത്ര രൂപ വീതം മാസം തോറും എല്ലാ മാസവും കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കേണ്ടായി. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് എനിക്ക് ലഭിച്ച പൈസ എത്രയാണെന്നും അല്ലെങ്കിൽ അതിന്റെ റെമ്യൂണറൈസേഷൻ, നമുക്ക് പൈസ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വ്യൂവിങ് വന്നാലാണ് പൈസ കിട്ടുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോസ്. അപ്പൊ എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്ന ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും കമന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാനത് വായിച്ചു നോക്കുക. അതിന് എന്നാൽ അറിയാവുന്ന രീതിയിലുള്ള മറുപടികളെല്ലാം ഞാൻ നൽകാറുണ്ട്. എനിവേ, എന്തായാലും ഇലക്ട്രിക്കലിന്റെ സംശയങ്ങളായാലും ശരി, ഡ്രൈവിങ്ങിന്റെ സംശയങ്ങളായാലും ശരി, നമുക്ക് ഇവിടെയുള്ള ഓരോ ട്രിപ്പ് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സംശയങ്ങളായാലും ശരി, നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം. എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ കമന്റിൽ തരുന്നതായിരിക്കും. വാട്സപ്പ് ഗ്രൂപ്പോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ചാനൽ തുടങ്ങിയ അന്ന് മുതൽ നമുക്ക് പൈസ നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയി, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വന്ന ദിവസം വരെ എത്ര രൂപ വന്നു, എത്ര മാസം കൊണ്ടാണ് ലഭിച്ചത്, അതുപോലെ തന്നെ അത് ലഭിക്കാനുള്ള എന്തെല്ലാം മാനദണ്ഡങ്ങളാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ഫുള്ളായിട്ട് വിവാദിക്കുന്നത് കേട്ടോ. അല്ലാതെ മറ്റൊരു ഇൻഫർമേഷൻ ഒന്നുമില്ല. ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പൈസ ലഭിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് വർത്ത്ഫുൾ ആണോ എന്നൊക്കെയുള്ള ഒരു പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. 2023 ഡിസംബർ 7-ാം തീയതിയാണ് ഞാൻ എൻ്റെ ചാനൽ ജിമെയിൽ അക്കൗണ്ട്, പുതിയൊരു ജിമെയിൽ അക്കൗണ്ട് എടുത്തിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ചാനലൊക്കെ തുടങ്ങാനായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊരു പുതിയ ജിമെയിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ നമ്മുടെ പഴയ നമ്മുടെ പേഴ്സണൽ മെയിൽ ഐ ഡി അല്ലെങ്കിൽ നമ്മൾ ഒഫീഷ്യൽ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു മെയിൽ ഐ ഡിയും ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലയധികം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഓരോ ആൾ കമൻറ്റ് എഴുതി കഴിഞ്ഞാൽ ആ കമൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ള പർപ്പസ് ഉള്ളതുകൊണ്ട് ഞാൻ പുതിയതായിട്ടൊരു ജിമെയിൽ ഐ ഡി സ്വന്തം എൻ്റെ പേരിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അക്കൗണ്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവർക്കും, ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ മുഴുനീള വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഷോർട്സ് വീഡിയോസ്, 1 മിനിറ്റുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ലൈവ് വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 3 കാറ്റഗറിയും നമ്മുടെ വ്യൂവേഴ്സിന്റെ വ്യൂവിങ് അവേഴ്സ് അനുസരിച്ചിട്ടാണ് നമുക്ക് പൈസ ഇതിൽ നിന്ന് വരുമാനമായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും വ്യക്തമായിട്ട് ഞാൻ എന്തായാലും പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് കൂടുതലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്ര മണിക്കൂർ നമ്മൾ ഇത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 15 മിനിറ്റ് കൂടുതലുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വന്നിട്ട് വെരിഫിക്കേഷൻ നടക്കേണ്ടതായിട്ട്. ഞാൻ ഡിസംബർ 7-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും സുഹൃത്തുക്കളോടും നമ്മുടെ ഫാമിലി റിലേറ്റീവ്സിനോടൊക്കെ ഈ ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യണം, സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തു. ഡിസംബർ 31-ാം തീയതി ആയപ്പോഴേക്കും 100 സബ്സ്ക്രൈബർമാരെ തികഞ്ഞു കേട്ടോ. അപ്പോൾ ആദ്യത്തെ മൈൽ സ്റ്റോൺ അതാണ്, 100 സബ്സ്ക്രൈബർമാർ. ഡിസംബർ 31 2023 തന്നെ നമുക്ക് 100 സബ്സ്ക്രൈബർമാരായി. പിന്നീട് നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങളെല്ലാവരും, വീഡിയോ കാണുന്നവരും വീഡിയോ ഗുണമെന്ന് തോന്നുന്നുള്ളവരും പലരും എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ നന്ദി രേഖപ്പെടുത്തുക കേട്ടോ. നമ്മുടെ പോയിന്റിലേക്ക് വരാം. നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം ക്രൈറ്റീരിയ ഉണ്ട് നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട്. മോണിറ്റൈസേഷൻ ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോസ് നമ്മൾ ഇടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ വീഡിയോസ് പലരും കാണുമല്ലോ, ആ കാണുന്നതിന് നമുക്ക് പൈസ ലഭിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ആഡിൻ്റെ വരുമാനമാണ്, അതിൻ്റെ അകത്ത് വരുന്ന പരസ്യങ്ങളുടെ വരുമാനത്തിൻ്റെ 40% നമുക്ക് കിട്ടുക, 60% യൂട്യൂബിനുള്ളതാണ്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലോട്ട് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നമുക്ക് മിനിമം
1000 സബ്സ്ക്രൈബർമാരും 4000 വാച്ച് അവേഴ്സും വേണം നമ്മുടെ വീഡിയോസിന്. അതാണ് മിനിമം ക്രൈറ്റീരിയ കേട്ടോ. ഷോർട്സിൻ്റെ ഉള്ളത് 3 മില്യൺ വ്യൂസ് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഷോർട്സിൻ്റെ ഭാഗത്തേക്ക് ഞാൻ ശ്രമിച്ചിട്ടില്ല. ഷോർട്സ് ചെറുതായിട്ട് ഷോർട്സ് മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ലോങ് വീഡിയോസ് 10 മിനിറ്റ് 5 മിനിറ്റുള്ള വീഡിയോസ് ഇടുകയും നമുക്കിവിടെയുള്ള നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ ആ യാത്രയെ കുറിച്ച് വിവരണം എന്തായാലും നൽകണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. അങ്ങനെ 4000 വാച്ച് അവേഴ്സ് എന്ന് പറയും. അപ്പോൾ 4000 വാച്ച് അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,40,000 മിനിറ്റ് എൻ്റെ ചാനലിലുള്ള ഏതെങ്കിലും വീഡിയോസ് ഏതെങ്കിലും കാണികൾ വ്യൂവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു 4000 അവേഴ്സ് വാച്ച് അവേഴ്സ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ മോണിറ്റൈസേഷൻ ആകുക എന്ന് പറയും. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4000 വാച്ച് അവേഴ്സ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,40,000 മിനിറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഈ 2,40,000 മിനിറ്റ് എന്ന് പറയുമ്പോൾ 10 മിനിറ്റുള്ള ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു എങ്കിൽ ആ 10 മിനിറ്റുള്ള വീഡിയോ ഏകദേശം 24,000 പേര് കാണണം. അപ്പോൾ 1000 സബ്സ്ക്രൈബർമാർ ആയ ഞാൻ 24,000 പേര് എൻ്റെ ആ ഒരു 10 മിനിറ്റുള്ള വീഡിയോ കണ്ടാലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2,40,000 എന്നുള്ള ആ ഒരു പോയിന്റ് ക്രോസ് ചെയ്യുള്ളൂ. അപ്പം ആ ഒരു സെറ്റപ്പ് എത്തിക്കഴിഞ്ഞാലാണ് നമ്മുടെ അക്കൗണ്ട് മോണിറ്റൈസേഷൻ ആവുക. അങ്ങനെ നമ്മൾ ആ ഒരു 4000 വാച്ച് അവേഴ്സ് എന്നുള്ളത് ഞാൻ ഫെബ്രുവരിയിൽ ക്രോസ് ചെയ്തു. എൻ്റെ ഒരു UK നിന്ന് പണം സമ്പാദിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. പണം സമ്പാദിക്കാൻ സാധിക്കും UK നിന്ന്. ഗൾഫ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പണം സമ്പാദിക്കാൻ പറ്റും ഇവിടുന്ന്. അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോക്ക് എനിക്ക് ഏകദേശം 16,000-ഓളം വ്യൂസ് കിട്ടി. 10 മിനിറ്റോളം 10-15 മിനിറ്റുള്ള ഒരു വീഡിയോ ആയിരുന്നു. പിന്നെ അതുവരെ ചെയ്ത എല്ലാ വീഡിയോസിൻ്റെയും അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ഇതിൽ എൻ്റെ 4000 വാച്ച് അവേഴ്സ് ഞാൻ ആദ്യം കടന്നു. പക്ഷേ എനിക്ക് 1000 സബ്സ്ക്രൈബർമാരായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിടെ ചാനൽ ലേറ്റ് ആയിട്ടാണ് മോണിറ്റൈസേഷൻ ആയത്. അപ്പോൾ 1000 പേരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. കൂടാതെ 4000 വാച്ച് അവേഴ്സ് കിടക്കുക എന്നുള്ളത് വലിയ ടാസ്ക് തന്നെയാണ്. അങ്ങനെ മെയ് മാസത്തിലാണ് ഞാൻ 1000 സബ്സ്ക്രൈബർമാരെ എൻ്റെ അക്കൗണ്ടിൽ സെലക്ട് ചെയ്താവുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ 4000 വാച്ച് അവേഴ്സ് ഓൾറെഡി ക്രോസ് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒന്നും കൗണ്ട് ചെയ്യില്ല. നമുക്ക് വരുമാനമായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഈ അവേഴ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ ഈ രണ്ട് മാനദണ്ഡങ്ങളും മീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതുള്ളൂ. എന്തായാലും നമുക്കുടെ ഒരു താല്പര്യപ്രകാരം തുടങ്ങിയ ഒരു ചാനലാണ്. ഇതിൽ നിന്ന് നമുക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല നമ്മൾ തുടങ്ങിയത്. എന്നിരുന്നാലും ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയാൻ കാരണം. നമുക്ക് 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബർമാരും ആയ സമയത്ത് തന്നെ നമുക്ക് ഗൂഗിൾ നമുക്കൊരു മെയിൽ അയച്ചു തരികയും ആ മെയിലിൽ നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞ് ആഡ്സെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഗൂഗിൾ അക്കൗണ്ടിൽ ഓൾറെഡി നമ്മൾ ജിമെയിൽ അക്കൗണ്ട് എടുത്തു. കൂടാതെ ആഡ്സെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അക്കൗണ്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ അക്കൗണ്ട് നമുക്ക് വെരിഫിക്കേഷൻ നടക്കുന്നതും കാര്യങ്ങളും നമ്മൾ ഏത് രാജ്യത്താണ് താമസിക്കുന്നത് അതുപോലത്തെ അവിടുത്തെ ലോക്കൽ അഡ്രസ്സ് നമ്മൾ നൽകണം. അങ്ങനെ പോസ്റ്റലായിട്ട് നമുക്കൊരു OTP അവർ പോസ്റ്റിൽ അയച്ചു തരും നമ്മുടെ ഈ അഡ്രസ്സിലോട്ട്. അപ്പോൾ അഡ്രസ് വെരിഫിക്കേഷനും ആഡ്സെൻസ് അക്കൗണ്ട് വെരിഫിക്കേഷനും നടത്തുന്നത് അങ്ങനെയാണ്. അപ്പോൾ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. കൃത്യമായിട്ട് നമുക്കത് അഡ്രസ്സോ വ്യക്തികളെ വേറൊരു മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറയാൻ കാരണം നമുക്കടെ കൃത്യമായിട്ടുള്ള അഡ്രസ് വെരിഫിക്കേഷൻ നമ്മുടെ ID പ്രൂഫ് ചെക്കിങ്ങും എല്ലാം അവർ ഓൺലൈനിൽ ചെയ്യുന്നു. ഒരിക്കലും നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഏത് വീഡിയോസ് ഇട്ടാലും അതിൽ വരുന്ന പരസ്യങ്ങളും കൗണ്ട് ചെയ്യും, അതിൻ്റെ വ്യൂവിങ് അവേഴ്സും കൗണ്ട് ചെയ്യും, കൂടാതെ ഷോർട്സും കൗണ്ട് ചെയ്യും, ലൈവും കൗണ്ട് ചെയ്യും. അപ്പോൾ ഈ ലൈവ് വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഷോർട്സ് ഫീൽഡിൽ നമ്മൾ ഷോർട്സുകൾ ഇടുന്നുണ്ടല്ലോ, ആ ഷോർട്സുകളിൽ നിന്ന് നമുക്ക് 50 സബ്സ്ക്രൈബർമാർ മിനിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലൈവ് ഇടാനുള്ള അനുമതി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നപ്പോൾ എനിക്ക് ലൈവ് ഇടാനും കുറേ ഡിലേ ആയി. കാരണം ഞാൻ ഷോർട്സ് ഇടാറില്ല, ഷോർട്സിൻ്റെ അകത്തുനിന്ന് എനിക്ക് സബ്സ്ക്രൈബർമാർ വരാറില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലൈവും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഞാൻ കുറച്ച് ഷോർട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഷോർട്സിൽ നിന്ന് സബ്സ്ക്രൈബർമാർ കൂടാൻ പറ്റി. അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്ക് അവർ എനേബിൾ ആക്കി തന്നു.
ചാനൽ മോണിറ്റൈസേഷനായി, നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ അന്ന് വരെ നമ്മുടെ ചാനലിൽ 4000 അവേഴ്സ് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസ് ഒന്നും കൗണ്ട് ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷേ നമ്മൾ ഈ ഒരു 1000 സബ്സ്ക്രൈബർമാരും 4000 ഇതും ക്രോസ് ചെയ്തതിന് ശേഷം നമ്മൾ മുന്നേ ഏറ്റവും ചാനൽ തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. ആ വീഡിയോസ് വേറെ ആരെങ്കിലും കാണുകയാണെങ്കിൽ അത് കൗണ്ട് ചെയ്യാൻ തുടങ്ങും. അന്ന് മുതൽ അതിൻ്റെ വ്യൂവിങ് അവേഴ്സും കൗണ്ട് ചെയ്യാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള ഒരു വരുമാനമാണ് ഒരു കൺസിഡർ ചെയ്യണത്. ആദ്യത്തെ 4000 വാച്ച് അവേഴ്സ് നമുക്ക് വെറുതെ വെള്ളത്തിൽ എഴുതുന്ന പോലെയാണ്, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പക്ഷെ അതൊരു മിനിമം ക്രൈറ്റീരിയ ആണ്. ഒരു 2 വർഷം മുമ്പ് അത് 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവേഴ്സും ആയിരുന്നു മിനിമം ത്രഷോൾഡ് എന്ന് പറഞ്ഞ ഒരു കാര്യം. പക്ഷെ അത് അവർ ഇൻക്രീസ് ചെയ്തു. കാരണം നമ്മളെപ്പോലുള്ള ചാനലുകാർ ഒത്തിരി പേരുണ്ടല്ലോ. അപ്പോൾ ഒരു മിനിമം ക്രൈറ്റീരിയ യൂട്യൂബ് ഉയർത്തുകയാണ് ഉണ്ടായത്. എന്നിരുന്നാലും നമ്മളിപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ കഴിഞ്ഞു. ഇനി നമ്മുടെ അക്കൗണ്ട് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ട്. നമുക്ക് ചാനൽ തുടങ്ങി നമ്മൾ പറഞ്ഞ എല്ലാം മോണിറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോൾ നമുക്ക് ഓരോ ദിവസവും നമ്മുടെ വ്യൂവേഴ്സ് എത്രയുണ്ട്, വ്യൂവിങ് അവേഴ്സ് എത്രയുണ്ട്, നമുക്ക് എത്ര പരസ്യം വന്നു, അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും വരുമാനം നമുക്ക് ഇവിടെ നമ്മുടെ ഈ അക്കൗണ്ടിൽ, ഗൂഗിൾ അക്കൗണ്ടിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഓരോ വീഡിയോയും എത്ര മിനിറ്റ് വീതം ആളുകൾ കാണുന്നുണ്ട്, എത്ര റവന്യൂ അത് ജനറേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ദിവസം നമുക്ക് £1 റവന്യൂ ആണ് ഉള്ളതെങ്കിൽ 30 ദിവസം വരുമ്പോൾ നമുക്ക് 30 പൗണ്ടായല്ലോ. അപ്പോൾ ആ 30 പൗണ്ട് നമുക്ക് മാസാവസാനം ബാങ്കിലേക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരണ്ടേ എന്ന് നമുക്കൊരു സംശയം തോന്നാം. പക്ഷേ അങ്ങനെ അവർ ഗൂഗിൾ ട്രാൻസ്ഫർ ചെയ്ത് തരില്ല പൈസ. നമുക്കിടെ ഓരോ രാജ്യത്തിനും അവരൊരു മിനിമം എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മിനിമം ത്രഷോൾഡ് എന്നാണ് പറയണത്. ആ മിനിമം ത്രഷോൾഡ് എമൗണ്ട് നമുക്ക് എന്നാകുന്നോ അന്ന് മാത്രമേ നമുക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുള്ളൂ. ആ പർട്ടിക്കുലർ ഡേറ്റിന് നമുക്ക് ഇപ്പോൾ ഒരു 60 പൗണ്ടാണ് UK മിനിമം ത്രഷോൾഡ് സെറ്റ് ചെയ്തേക്കണത്. അത് ഗൂഗിൾ സെറ്റ് ചെയ്തേക്കണതാണ്. അപ്പോൾ അതിൽ നമുക്ക് 10 പൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ, നമ്മുടെ വ്യൂവിങ് അവേഴ്സ് അനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ഒരു ഇമെയില് പോസ്റ്റലായിട്ട് നമുക്കൊരു വീണ്ടും ഒരു ഇത് അയച്ചു തരും, കോഡ്. നമ്മുടെ അക്കൗണ്ട് വെരിഫിക്കേഷൻ, ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഗൂഗിളിൻ്റെ അഡ്രസ്സിൽ ആഡ്സെൻസ് അക്കൗണ്ടിലേക്ക് നമ്മൾ അടിച്ചു കൊടുക്കുന്നു. നമ്മുടെ ഇവിടുത്തെ ബാങ്കിൻ്റെ IFSC കോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കോഡുകളെല്ലാം അയച്ചു കൊടുത്ത് നമ്മൾ തന്നെയാണ് ആ വ്യക്തി എന്ന് അവർ ഉറപ്പ് വരുത്തുകയാണ്, നമ്മുടെ അക്കൗണ്ട് തന്നെയാണെന്ന്. ഒരു OTPകളാണ് ഇതെല്ലാം പോസ്റ്റൽ ത്രൂ ആണ് തരുന്നത്, മെയിൽ ID ത്രൂവും തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും സെക്യൂർ ആയിട്ടാണ് ഗൂഗിൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. മെയ് മാസം, ജൂൺ മാസം, ജൂലൈ മാസം, ഈ 2-3 മാസത്തെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ രാജ്യത്ത്, യൂറോപ്പിലെ ഈ UK എന്ന് പറഞ്ഞ രാജ്യത്തുള്ള മിനിമം ത്രഷോൾഡ് ആയിട്ടുള്ള 60 പൗണ്ട് ഞാൻ ക്രോസ് ചെയ്തു. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സ് വീഡിയോസ് കാണുന്നതുകൊണ്ടും ഷോർട്സ് വീഡിയോസ് കാണുന്നതുകൊണ്ടും നിങ്ങളൊക്കെ വീഡിയോസ് കാണുന്നതുകൊണ്ടുള്ള നന്ദി ഞാൻ എപ്പോഴും ഓർക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ചാനലിൽ 60 പൗണ്ട് എന്നുള്ള ആ ഒരു മിനിമം ത്രഷോൾഡ് 3 മാസം കൊണ്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പൈസ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി. പക്ഷേ അത് നമുക്ക് എന്നാവുന്നോ അന്ന് തന്നെ നമുക്ക് ഇവർ അക്കൗണ്ടിലേക്ക് തരില്ല. എല്ലാ മാസത്തിൻ്റെയും 1-ാം തീയതി വരെയുള്ള വ്യൂവിങ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്യും. അതിനുള്ള എത്ര എമൗണ്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എമൗണ്ട് നമുക്ക് ആ മാസം 21-ാം തീയതി മുതൽ 26-ാം തീയതി വരെയുള്ള വർക്കിംഗ് ഡേയ്സിൽ അവർ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരികയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ അക്കൗണ്ട് എല്ലാം വെരിഫൈ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, എന്നാലും അവർ ഗൂഗിൾ അതിനുശേഷം നമ്മുടെ എല്ലാം റെഡിയാണെന്ന് കരുതിയാൽ പോലും നമുക്ക് വീണ്ടും ഒരു ഫൈനൽ ചെക്കപ്പോടെ അവർ ചെയ്യുന്നുണ്ട്. നമ്മളോട് നമ്മുടെ ഇൻറ്റിമേഷൻ വരും, നമുക്കൊരു മെയിൽ വരും, നിങ്ങളുടെ അക്കൗണ്ടും പൈസ എല്ലാം റെഡിയാണ്, നിങ്ങൾക്ക് ആ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ നാട്ടിൽ ആർക്കെങ്കിലും പൈസയൊക്കെ ട്രാൻസ്ഫർ ചെയ്യണേക്കുമ്പോൾ £1 ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ അക്കൗണ്ട് ചെക്ക് ചെയ്യുമല്ലോ, എടാ അത് കിട്ടിയോന്ന് നോക്കാനൊക്കെ പറയില്ല. അതുപോലെ തന്നെ ഗൂഗിൾ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 0.35 പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 0.5 പൗണ്ടിൽ താഴെയുള്ളൊരു എമൗണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫിഗർ അവർ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ ട്രാൻസ്ഫർ ചെയ്യണ അക്കൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല എത്ര എമൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്തതെന്ന്. അത് ഗൂഗിളിന്റെ അഡ്രസ്സിൽ പോയിട്ട് നമ്മൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അവർ ഒന്നോടെ ഉറപ്പിക്കുകയാണ് ഇത് ഈ പർട്ടിക്കുലർ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ഈ പൈസ പോകുന്നത്. ചീറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യണത്. അപ്പോൾ അങ്ങനെ അതിലേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ വന്നത് 0.19 പെൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 19 രൂപയാണ് അവർ ആദ്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ചെയ്തത്. ആ 19 രൂപ ട്രാൻസ്ഫർ ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം എനിക്ക് 76 പൗണ്ടാണ് 3 മാസം കൊണ്ടുള്ള എൻ്റെ വരുമാനം അക്യൂമുലേറ്റ് ചെയ്ത്. മിനിമം 60 പൗണ്ടാണെന്ന് പറഞ്ഞല്ലോ, 76 പൗണ്ടാണ് നമുക്ക് 3 മാസത്തെ വരുമാനമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കിട്ടിയത്. 76 പൗണ്ട് എന്ന് പറഞ്ഞാൽ നാട്ടിലെ 7600 രൂപ.
ഈ ഗൂഗിള് ചാനലില് മീൻസ് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ചെയ്യുന്നവർക്കൊക്കെ എല്ലാവർക്കും ഇതുപോലെ എല്ലാ മാസവും കൃത്യമായിട്ട് ഈ പൈസ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല എന്നാണ് ഉത്തരം. നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ വീഡിയോസ് ഇടണം, ആ വീഡിയോസ് മറ്റുള്ളവർ കാണണം, കാണുന്നതനുസരിച്ചിട്ട് വ്യൂവിങ് കൂടണം, അതിൻ്റെ അകത്ത് പരസ്യങ്ങളുള്ള വീഡിയോസ് ആയിരിക്കണം. പരസ്യങ്ങൾ കാണുന്നതിൻ്റെ അകത്ത് സ്കിപ്പ് ചെയ്ത് പോകുന്ന ആടിന് ഒരു വരുമാനമാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുന്ന ആടിനുകൾക്ക് കൂടുതൽ വരുമാനമുണ്ട്. അങ്ങനെയൊക്കെ ഓരോ രാജ്യത്തുനിന്നും ഇപ്പൊ ഗൾഫിൽ നിന്ന് യൂറോപ്പിലെ വീഡിയോസ് കാണുവാണെങ്കിൽ പരസ്യ വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലെ വീഡിയോസ് കാണുവാണെങ്കിൽ പരസ്യ വരുമാനം ഉണ്ടാവും. നേരെ തിരിച്ചും ഞങ്ങൾ ഇവിടെ യൂറോപ്പിൽ ഇരുന്നിട്ട് ഇന്ത്യയിലുള്ള വീഡിയോസ് കാണുമ്പോഴും പരസ്യ വരുമാനത്തിന് കൂടുതലുണ്ട് കേട്ടോ. അവർക്ക് റേറ്റ് കിട്ടും. അപ്പോൾ നാട്ടിലുള്ള വീഡിയോസ് നമ്മൾ ഇവിടെ നിന്ന് ചെയ്ത് കാണുകയാണെങ്കിൽ നാട്ടിലുള്ള വ്ളോഗർമാർക്ക് നല്ല പൈസ തന്നെ വരുമാനവും കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് നല്ലതാണോ, വലിയ എമൗണ്ട് ആണോ, ചെറിയ എമൗണ്ട് ആണോ എന്നുള്ള ഒരു മാനദണ്ഡമല്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു ചെറുതാണെങ്കിലും ഒരു പ്രതിഫലം, ആ പ്രതിഫലം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു വലിയൊരു വ്ളോഗർ ആവണമെന്നോ അല്ലെങ്കിൽ ഒരു വലിയ സമ്പത്ത് ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാക്കണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഓരോ മാനദണ്ഡങ്ങളും ഓരോ ക്രൈറ്റീരിയ നമ്മൾ ഒരു ചെറിയ സക്സസ് ആണെങ്കിൽ പോലും നമ്മളത് ആഘോഷിക്കുക, അതിനെ സന്തോഷത്തോടുകൂടി അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ജീവിതത്തിലെ എൻ്റെ ഒരു വേറെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തു. നമ്മൾ ചാനൽ തുടങ്ങി, വീഡിയോസ് അപ്ലോഡ് ചെയ്തു, വീഡിയോസ് ഇട്ടു, ആളുകൾ കണ്ടു, നമുക്ക് മോണിറ്റൈസേഷനായി. നമ്മൾ നമ്മുടെ വർക്ക് എൻഡ് ചെയ്യുന്നില്ല, നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇനി നമ്മുടെ കൂട്ടുകാരായിട്ടും സുഹൃത്തുക്കളായിട്ടുള്ള പലരും മെസ്സേജ് അയച്ചേടാ എനിക്കിങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ട്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ നിങ്ങളോട് അങ്ങനെ മനസ്സിൽ ചാനൽ തുടങ്ങണം എന്ന ആഗ്രഹമുള്ളവരോട് പറയുകയാണ്, ഇന്ന് നിങ്ങൾക്ക് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തോളുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തോളുക. അത് നിങ്ങൾക്ക് മുന്നോട്ട് ഒരു പർട്ടിക്കുലർ ദിവസം തുടങ്ങാം എന്ന് പറഞ്ഞിട്ടൊരു ദിവസമില്ല, ഇന്നാണ് നല്ല ദിവസം, അങ്ങനെ കരുതി ഇന്നങ്ങ് തുടങ്ങുക. അപ്പോൾ നമ്മുടെ പണ്ടേ ശ്രീനിവാസനും മോഹൻലാലും പറഞ്ഞോട്ടെ, ഇതിനെല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ ചാനൽ തുടങ്ങണം എന്ന ആഗ്രഹമുള്ളവർ നാളേക്ക് വേണ്ടിയിട്ട് അത് വെച്ചുകൊണ്ടിരിക്കരുത്, ഇന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നമുക്കുടെ സന്തോഷമാണ് ഏറ്റവും വലുത്. ഇതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഞാൻ ചാനൽ തുടങ്ങുന്ന സമയത്ത്, ഞാൻ യുക്തിയിലോട്ട് വരുന്ന സമയത്ത് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. പുള്ളിക്കാരനൊരു കൂട്ടുകാരനുണ്ട്, ആവേശം സിനിമയുടെ സംവിധായകന്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ പുള്ളിക്കാരനെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, സിബി നീ തുടങ്ങിയല്ലോ, ഇനി മുന്നോട്ടേക്കുള്ള കാര്യം നോക്കിയേ, തുടങ്ങാനാണ് പലർക്കും സാധിക്കാത്തത്. അപ്പോൾ ആ തുടങ്ങാൻ വേണ്ടി മടിച്ചു നിൽക്കുന്ന എല്ലാവരോടും പറയുവാണ്, നിങ്ങൾക്ക് തുടങ്ങാനുള്ള സമയം ഇന്നാണെന്ന് തീർച്ചപ്പെടുത്തിയിട്ട് നിങ്ങൾ അങ്ങ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക, വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അതിൽ വരുന്ന കറക്ഷൻസുകൾ നമ്മുടെ സുഹൃത്തുക്കളും നമ്മളും പറഞ്ഞു തരും. കുറേ അധികം പോരായ്മകളും മിസ്റ്റേക്കുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അന്നേരം നമ്മുടെ ചാനലിൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കള്, വീഡിയോ കാണുന്ന സുഹൃത്തുക്കള്, എടാ ഇതിന്റെ വീഡിയോ സെറ്റപ്പ് ശരിയല്ല, എഡിറ്റിംഗ് ശരിയല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി കമന്റുകളും സ്നേഹപരമായിട്ടുള്ള ഉപദേശങ്ങളും തന്നിട്ടുണ്ട്. അങ്ങനെ ഉപദേശങ്ങളൊക്കെ തന്നവരുടെ ഉപദേശങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് പല വീഡിയോസും നമ്മൾ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുള്ളത്. ഇപ്പോഴും നമ്മൾ ഒരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ ആയിട്ടില്ല, പഠിക്കുന്നുണ്ട്. ഇപ്പൊ എൻ്റെ 10ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ചൊരു സുഹൃത്ത്, അവനൊരു വീഡിയോഗ്രാഫി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ പുള്ളിക്കാരൻ നമ്മുടെ വീഡിയോസ് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ അവൻ എന്നോട് പറഞ്ഞു, നീ ഇരിക്കണതിന്റെ ഫ്രണ്ടിൽ ഈ ടേബിളിന്റെ അകത്ത് എന്തോ ഒരു ചിഞ്ചുന്നാണ് അവൻ്റെ പേര്, അവൻ പറയണം നിന്റെ വീഡിയോയുടെ ഫ്രണ്ടിന്റെ അകത്ത് എത്രയാ സ്പേസ് വെറുതെ കിടക്കണേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അപ്പൊ അത് അടുത്ത വീഡിയോയിൽ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. നമുക്ക് ഇതൊന്നും നമ്മളാരും വീഡിയോ പ്രൊഫഷണൽ പഠിച്ചിട്ടല്ലോ നമ്മൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൽ ചേഞ്ചസ് വരുത്തി, വ്യത്യാസം വരുത്തി. അത് കഴിഞ്ഞപ്പോൾ പിന്നീട് പുള്ളി തന്നെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞാൽ കുറേ അധികം ചേഞ്ചസ് വന്നിട്ടുണ്ട് വീഡിയോസിൽ, എന്നാലും നല്ല നല്ല വീഡിയോസ്, ക്ലാരിറ്റി ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒത്തിരി അധികം കമന്റുകൾ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെയുള്ള ചേഞ്ചസ്. പിന്നെ ഒരാൾ എന്നോട് ചോദിച്ചാണ്, ഇയാൾ എന്തിനാണ് എല്ലാ വീഡിയോ ചെയ്യണതിൻ്റെ അകത്ത് ഈ കാറിന്റെ അകത്ത് ഈ കൂട്ടിന്റെ അകത്ത് കയറിയിരിക്കണം, നിങ്ങളുടെ കാറിന്റെ ഇത് കാണാൻ വേണ്ടിയിട്ടാണോ നമ്മൾ വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്, എത്രയധികം മോശം കമന്റുകൾ പലരും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ കാറിന്റെ അകത്ത് ഇരിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഒന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സൗണ്ട് ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്ക് കിട്ടും. രണ്ടാമത് നമ്മുടെ വീട്ടിൽ എനിക്ക് കുട്ടികളുണ്ട്, അപ്പൊ അവരുടെ ഡിസ്റ്റർബൻസസ് നമുക്ക് ഈ വോയിസ് എഡിറ്റ് ചെയ്യണ സമയത്തൊന്നും വീഡിയോസിൽ വരുന്നത് മറ്റുള്ളവർക്ക് മുഷിപ്പാവണ്ടെന്ന് കരുതിയിട്ടൊക്കെയാണ് നമ്മൾ ഈ കാറിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ സാധനം പൊറുക്കുക. എന്തായാലും വീഡിയോസിലും ചേഞ്ചസ് ഒത്തിരി വരുത്തും. എന്നാലാവുന്ന രീതിയിൽ ഞാൻ പഠിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് വീഡിയോസ് എല്ലാം.
അപ്പോൾ അടുത്ത മാസം ഇതുപോലെ പൈസ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇതുമില്ല. കൂടുതലായിട്ട് വീഡിയോസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടണം, കൂടുതലായിട്ട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, കൂടുതലായിട്ട് വ്യൂവേഴ്സ് നമ്മുടെ ചാനലിൽ വരണം, അതുപോലെ തന്നെ കൂടുതലായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു വരുമാനം നമുക്ക് കിട്ടുള്ളൂ. എന്ന് നമ്മൾ വീഡിയോസ് ഇടൽ നിർത്തുന്നോ അന്ന് നമ്മുടെ വരുമാനത്തിന്റെ ഗ്രാഫ് താഴോട്ടായിരിക്കും, കുറയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് നമ്മൾ ഇറങ്ങുവാണെങ്കിൽ, പ്രൊഫഷണലോ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തൊരു വരുമാനം പ്രതീക്ഷിച്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് മറ്റുള്ളവർ കാണേണ്ടതായിട്ടുണ്ട്. എനിവേ എന്തായാലും ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ A to Z കാര്യങ്ങൾ കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് എല്ലാ മാസവും പൈസ കിട്ടുമോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം ത്രഷോൾഡ് ആയിട്ടുള്ള എമൗണ്ട് എത്രയാണോ, ഓരോ രാജ്യത്തിനും അത് വ്യത്യാസമായിരിക്കും. നാട്ടിലേക്ക് ചിലപ്പോൾ 10,000 രൂപയായിരിക്കും നാട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, അമേരിക്കയിൽ അത് വേറെ ആയിരിക്കും. ഇപ്പോൾ യു കെയിലുള്ളത് 60 പൗണ്ടാണ് എൻ്റെ അക്കൗണ്ടിന്. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 60 പൗണ്ട് എന്നാവുന്നോ അത് കഴിഞ്ഞിട്ടുള്ള 21-ാം തീയതി അവർ എനിക്ക് 60 പൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരും. എട്ടണയാണെങ്കിലും എട്ടണ കിട്ടണയായി എന്ന് പണ്ട് നാട്ടിലെ കാരണന്മാർ പറയുന്ന ഒരു ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ സന്തോഷത്തോടുകൂടി പൈസ സ്വീകരിക്കുക, ആ എമൗണ്ട് നമ്മൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യത്തിന് ഉപയോഗിക്കുക എന്നൊക്കെയുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഇനി നമുക്ക് ഈ കിട്ടിയ പൈസ എന്ത് ചെയ്തു അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള ഒരു വേറെ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്തായാലും കൊച്ചുങ്ങൾ എൻ്റെ പല വീഡിയോസിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്കോട് ചോദിച്ച് അവരുടെ ഒപ്പീനിയനും കൂടി എടുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു പൈസ എന്ത് ചെയ്യും. ആദ്യത്തെ ഇനീഷ്യൽ പേയ്മെന്റ് നമ്മൾ ആദ്യ ഫലം എന്താ പറയണ, ആദ്യമായിട്ടൊരു കാര്യം ചെയ്തു. നമുക്ക് ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു വീട്ടിലൊരു തെങ്ങൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ തേങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ പള്ളിക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഓരോ വിശ്വാസങ്ങൾ പോലെയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ പേയ്മെന്റ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ മക്കളോട് ചോദിച്ചിട്ട് തീരുമാനം എടുക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോയും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും see you soon. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.